മുന്നണി മാറ്റ അഭ്യൂഹങ്ങൾക്കിടെ കേരള കോൺഗ്രസ് എമ്മിന്റെ നിർണായക സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് നടക്കും. UDF പ്രവേശനം സംബന്ധിച്ച ഊഹാപോഹങ്ങൾ ഔദ്യോഗികമായി തള്ളി LDFിൽ ഉറച്ചു നിൽക്കാനുള്ള തീരുമാനമെടുത്ത് യോഗം പിരിയാനാണ് സാധ്യത. ഒപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വന്തം തട്ടകത്തിൽ ഉൾപ്പെടെ മധ്യ കേരളത്തിലോ പാർട്ടിക്കേറ്റ കനത്ത തിരിച്ചടിയുടെ വിശദാംശങ്ങളിലേക്ക് കൂടി യോഗം ഒരുപക്ഷെ കടന്നേക്കും. രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെ കോട്ടയത്താണ് യോഗം. അതിനിടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കാൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സ്പെഷ്യൽ കൺവെൻഷനും ഇന്ന് കോട്ടയത്ത് നടക്കും. ശ്രീജിത്ത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, ഇന്ന് എന്ത് നടക്കും എന്നുള്ളത് ഏറെ ആകാംക്ഷയോടുകൂടി രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നതാണ്. പക്ഷെ അപ്പോൾ പോലും ഊഹാപോഹങ്ങളൊക്കെ ഔദ്യോഗികമായി തള്ളിക്കൊണ്ട് LDFിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നുള്ള തീരുമാനം ഇന്നലെ തന്നെ എടുത്തു എന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ അപ്പോൾ പോലും വിസ്മയങ്ങൾ ബാക്കിയാണ്. വി.ഡി. സതീശൻ പറഞ്ഞതുപോലെ എന്ത് പ്രതീക്ഷിക്കും? തീർച്ചയായും പല ചർച്ചകളും ഈ പാർട്ടിക്കുള്ളിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി ചില കാര്യങ്ങളിൽ ചില നിലപാട് വ്യക്തമാക്കി. അതായത് LDF വിടില്ല എന്ന ചില സൂചനകളൊക്കെ നൽകി എങ്കിൽ പോലും ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം വളരെ നിർണായകമാണ്. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് കോൺഗ്രസ് വലിയ ശക്തമായ നീക്കം നടത്തി. പക്ഷേ അതിൽ നേരത്തെയൊക്കെ വാർത്തകൾ വന്നതുപോലെ തന്നെ റോഷി അഗസ്റ്റിൻ്റെ ചില ഇടപെടലുകൾ, റോഷി ഒപ്പം കൂടില്ല, അതായത് UDFിലേക്ക് എത്താനില്ല എന്ന നിലപാടെടുത്തത്, പ്രമോദ് നാരായണൻ നിലപാടെടുത്തത്, ഇതൊക്കെ തന്നെയായിരുന്നു നിർണായകമായത്. പക്ഷേ അതിന് മുൻപ് തന്നെ ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുമ്പോൾ ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പാർട്ടി നേതാക്കൾ, മറ്റുള്ള ഏതാണ്ട് 85ഓളം പേര് വരുന്ന ആളുകൾ, അവരെടുക്കുന്ന നിലപാട് എന്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ യോഗത്തിലും അത്തരം അഭിപ്രായങ്ങൾ ഒരുപക്ഷെ UDFിനൊപ്പം ചേരണമെന്ന അഭിപ്രായം പറയാനുള്ള സാധ്യത പല നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വന്നാൽ എന്ത് നിലപാടിലേക്ക് ജോസ് കെ മാണിയും ഒപ്പമുള്ളവരും എത്തും എന്നുള്ളതാണ് പ്രധാനം. അവിടെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോൾ നിൽക്കുന്ന MLA-മാരിൽ അല്ലെങ്കിൽ റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും ഒപ്പം തന്നെ ഈ N ജയരാജനെ പോലുള്ളവർ ഇപ്പോൾ ഒരു കാരണമില്ല മുന്നണി വിടാൻ. എന്ത് കാരണം ജനങ്ങളോട് പറഞ്ഞാൽ മറ്റൊരു മുന്നണിയിലേക്ക് UDFിലേക്ക് പോകുക എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട്. ആ നിലയിൽ വരുമ്പോൾ ഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണ ഫലത്തിൽ ജോസ് കെ മാണിക്ക് അല്ലെങ്കിൽ UDFിനൊപ്പം പോകണമെന്ന അഭിപ്രായത്തിന് ഇല്ലാതെ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതാണ് ജോസ് കെ മാണിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകവും. അപ്പോൾ ഇന്നത്തെ യോഗം അങ്ങനെയാണ് നിർണായകമാകുന്നത്. കൂടുതൽ പാർട്ടി ജനറൽ സെക്രട്ടറിമാരുൾപ്പെടെയുള്ള നേതാക്കൾ UDFിലേക്ക് പോകണമെന്ന അഭിപ്രായം പറയുമോ, ഒരു ഭൂരിപക്ഷ അഭിപ്രായത്തിലേക്ക് ആ നിലപാട് പോകുമോ എന്നുള്ളതാണ്. അങ്ങനെ പോയാൽ പോലും ജോസ് കെ മാണിക്ക് മുന്നിൽ വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത് പാർട്ടിയിലെ ഏറ്റവും തലമുതിർന്ന നേതാക്കൾ, പ്രത്യേകിച്ച് ജോസ് കെ മാണി കഴിഞ്ഞാൽ റോഷി അഗസ്റ്റിനും N ജയരാജും ഒപ്പം തന്നെ പ്രമോദ് നാരായണനും ഒക്കെ മാറി നിന്നുകൊണ്ടൊരു മുന്നണി മാറ്റം ജോസ് കെ മാണിക്ക് സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രമോദ് നാരായണൻ പറയുന്നത് നമ്മൾ കേട്ടതാണ്. സമ്മർദ്ദമേറെ ഉണ്ടെങ്കിലും കേരള കോൺഗ്രസിന് LDF വിടേണ്ട സാഹചര്യം നിലവിലില്ല എന്ന് പറയുന്നു. സഭകളുടെ സമ്മർദ്ദം ഉണ്ട് എന്ന് കൂടി അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ സമ്മർദ്ദമേറെ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. ഏതാണ്ട് ഒരു 2 മാസം മുൻപാണ് ഭവ്യ ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ വ്യക്തമാക്കിയത് കേരള കോൺഗ്രസുകൾ ഒന്നിക്കണം എന്നുള്ളത്. വളരെ വ്യക്തമായൊരു പരസ്യമായ തുറന്നു പറച്ചിലായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അതായത് ചങ്ങനാശ്ശേരി അതിരൂപത കാര്യമായി ആഗ്രഹിക്കുന്നുണ്ട് ഈ കേരള കോൺഗ്രസ് എം UDFിൽ എത്തണം എന്നുള്ളത്. അതിന് തൊട്ടു മുൻപ് ഫാദർ, സഭയിലെ തന്നെ മുതിർന്ന വൈദികനായ ഫാദർ മാണി പുതിയിടവും അന്ന് ന്യൂസ് 18 വ്യക്തമാക്കിയത് പ്രത്യയശാസ്ത്രം അത് LDFിനൊപ്പം നിൽക്കുന്നതല്ല കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രത്യയശാസ്ത്രം, അതുകൊണ്ട് UDFിലേക്ക് എത്തണം എന്നുള്ളതാണ്. ഇത് രണ്ടും ഈ സഭകളുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ പ്രതികരണമായിരുന്നു. നേരത്തെ തന്നെ അവർ തുടങ്ങിയ നീക്കത്തിൻ്റെ വ്യക്തമായ സൂചനകളായിരുന്നു. അത് അവിടെ നിൽക്കുമ്പോൾ ചങ്ങനാശ്ശേരി MLA ആയ ജോബ് മൈക്കിൾ ഉൾപ്പെടെയുള്ളവർ ഫലത്തിൽ സഭയ്ക്ക് ചേർന്ന് നിന്നുകൊണ്ട് UDF അനുകൂല നിലപാടെടുത്തുകൊണ്ടാണ് ഈ ഒരു നീക്കത്തിന് തുടക്കമിട്ടത്. അവിടെയാണ് ഒരു പരിധിവരെ സഭയുടെ സമ്മർദ്ദമുണ്ടായിട്ട് പോലും റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും N ജയരാജിൻ്റെ പേരും ആ പട്ടികയിലേക്ക് ഉയർന്നു വരികയാണ്. ഇവർ 3 പേരും നടത്തുന്ന എതിർപ്പ്, അതായത് ഇവരുടെ പ്രധാനപ്പെട്ട ചൂണ്ടിക്കാണിക്കുന്നൊരു കാരണം UDFിലേക്ക് പോകുക എൻ്റെ എതിർപ്പ് എന്നുള്ളതല്ല, പ്രധാനപ്പെട്ട യാതൊരു കാരണവുമില്ലാതെ പൊതുജനങ്ങളോട് കൃത്യമായ കാരണം ബോധ്യപ്പെടുത്താതെ
LDF-ൽ ഏതാണ്ട് എല്ലാ കാര്യങ്ങളിലും കൃത്യമായ തൃപ്തിയാണ് എന്ന് പറഞ്ഞ് ഓരോ മീറ്റിംഗ് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്നൊരു ദിവസം വന്ന് ഞങ്ങൾ UDF-ലേക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ അധികാരക്കൊതി മാത്രമായി മാറും എന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് വലിയ പാർട്ടിക്ക് തന്നെ വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഒരു പ്രശ്നമാണ് അവിടെ നിൽക്കുന്നത്. എന്തായാലും സമ്മർദ്ദങ്ങളും രാഷ്ട്രീയം അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി പ്രധാനമാണ്. അതോടൊപ്പം തന്നെയാണ് ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്പെഷ്യൽ കൺവെൻഷനും. അവിടെ PJ ജോസഫും മോൻസ് ജോസഫും ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്ന നിലപാടുകൾ വളരെ പ്രധാനപ്പെട്ടതായി മാറും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.